അപ്പോൾ നമുക്ക് ബുക്ക് പ്ലസ് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് നോക്കാം. ബുക്ക് പ്ലസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഡയറി ഉണ്ട്, ഒരു കീ ചെയിൻ ഉണ്ട്, പിന്നെ ഒരു പുസ്തകമുണ്ട്. സ്പെയിൻ തീരങ്ങളിൽ എന്നുള്ളത് മുഹമ്മദ് തക്കി ഉസ്മാനിയുടെ ഒരു യാത്രാവിവരണ ഗ്രന്ഥമാണ്. അപ്പോൾ അന്ദലുസിയ എന്നറിയപ്പെടുന്ന ഒരു പഴയ മുസ്ലിം സ്പെയിൻ്റെ ചരിത്രത്തിലൂടെ ഈ പുസ്തകം നമ്മളങ്ങനെ കൊണ്ടുപോകും. ആ ഒരു 800 വർഷത്തെ മുസ്ലിം ഭരണം, സ്പെയിനിൻ്റെ അവിടെയുള്ള സാംസ്കാരികമായ ഉയർച്ചയും, ത്വാരിഖ് ഇബ്നു സിയാദിൻ്റെ സൈന്യം, ഒരു ചെറിയൊരു സൈന്യം ജിബ്രാൾട്ടർ കടൽ തീരത്ത് വന്നിറങ്ങി അവിടുത്തെ രാജാവിൻ്റെ 9 സൈന്യത്തിനെ തോൽപ്പിക്കുന്നതും അവിടുന്ന് വെച്ച് അദ്ദേഹം നടത്തുന്നൊരു ആവേശോജ്വലമായൊരു പ്രസംഗമൊക്കെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. പിന്നീട് സാംസ്കാരികമായും വൈജ്ഞാനികമായൊക്കെ സ്പെയിന് വളരെ ഉയർന്നു വന്നു. ബാഗ്ദാദിനോടൊക്കെ കിടപിടിക്കുന്ന നഗരങ്ങൾ കൊർഡോവയും ഗ്രാനഡയും ഒക്കെ സ്പെയിനിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ തിളങ്ങി നിന്നു. അതിനുശേഷം പിന്നീടൊരു തകർച്ചയാണ് ഉണ്ടാവുന്നത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള അനൈക്യവും ഈ ആർഭാട ഭ്രമവുമൊക്കെ അന്ദലൂസിനെ തകർത്തു. അബുൽ ബഖാഉറന്ദിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിത ഉണ്ട്, ലിക്കുല്ലി ഷൈഇൻ ഇദാ മാ തമ്മ നുഖ്സാൻ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു കാര്യവും അതിൻ്റെ പൂർണ്ണതയിലെത്തിയാൽ പിന്നീട് അതിന് അപജയം സംഭവിക്കും. അതേപോലെ സ്പെയിന് വൈജ്ഞാനികമായും സാംസ്കാരികമായൊക്കെ ഒരു പൂർണ്ണതയിലെത്തിയതിന് ശേഷം പിന്നീട് തകർന്ന് പോയി. പിന്നീട് പൂർണ്ണമായിട്ട് ഇസ്ലാമിക സംസ്കാരവും മുസ്ലിങ്ങളൊക്കെ അവിടെ നിന്ന് അട്ടിയോടിക്കപ്പെടുന്നൊരു ചരിത്രമാണ്. അത് നമുക്കൊരു വൈകാരികതയോടെ അല്ലാതെ വായിക്കാൻ പറ്റാത്തൊരു ചരിത്രമാണ്. അദ്ദേഹം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, കോർഡോവ പള്ളിയിൽ പോകുമ്പോൾ, അൽഹംറ പാലസിൽ പോകുമ്പോൾ, 800 വർഷത്തെ ഭരണത്തിന് ശേഷം ആ അൽഹംറ കൊട്ടാരത്തിൻ്റെ താക്കോല് അബു അബ്ദുല്ല എന്ന് പറയുന്ന സ്പെയിനിലെ അവസാനത്തെ മുസ്ലിം രാജാവ് തിരിച്ചു പോകുമ്പോൾ പിന്നീട് അദ്ദേഹം ദൂരെ നിന്ന് ആ കൊട്ടാരവും ആ നഗരമൊക്കെ വീക്ഷിക്കുന്നു. 8 നൂറ്റാണ്ട് തൻ്റെ പൂർവികർ ഭരിച്ച ആ നഗരം, അദ്ദേഹം അതിനെ നോക്കി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, ആണുങ്ങളെപ്പോലെ ഒന്ന് യുദ്ധം ചെയ്യാതെ പെണ്ണുങ്ങളെപ്പോലെ കരയാണോ എന്ന് ചോദിച്ചിട്ട് പരിഹസിക്കുന്നുണ്ട്. ഈ ഒരു ചരിത്ര രംഗങ്ങളിലൂടെയൊക്കെ ഈ പുസ്തകം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വളരെ ചെറിയൊരു പുസ്തകമാണ്, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള. ഒന്നാമത് ഈ മുസ്ലിം സ്പെയിൻ്റെ ചരിത്രങ്ങൾ മലയാള വായനക്കാർക്കിടയിൽ അത്ര സജീവമല്ല, അത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ നിലക്ക് ഇതൊരു കനപ്പെട്ടൊരു പുസ്തകം തന്നെ.